ഇത്ര സീനാവും അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ലോങ് വീഡിയോ എടുക്കില്ലായിരുന്നു. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ ഇമെയിൽ അയച്ചു. കമൻറ്റ് സെക്ഷനിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ എത്ര ഫീലിങ്ങിലാണോ ആ ഒരു സ്റ്റോറി പറയുന്നത്, അതേ ഒരു ഫീലിങ്സിൽ തന്നെ അത് കേൾക്കാനും നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ഡിഞ്ച് ഇവിടെ നിന്ന് പോയ ടൈമിൽ നമുക്ക് 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പിനെസ്സിൽ അവൾ നമുക്കൊരു സർപ്രൈസ് തന്ന്. വേറെ ഒന്നല്ല, 2 ചെടികളാണ്. ഒരു ചെടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സോറി. വേറെ ഒന്ന് നമ്മുടെ മോൺസ്റ്റെറ ഡെലൂസിയോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. മോൺസ്റ്റെറേനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി ഒരു ബ്ലാക്ക് കളർ ഒരു കവറിനകത്താണ് ഉള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു വലിയ ചട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളത്. ഞാനിവിടെ ഉണ്ടേ, ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന പോലെയില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്. ഒരു ഐഡിയ ചെറുതായിട്ടുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു വലിയ ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് എൻ്റെ പരിപാടി. ഇതും ഡിഞ്ചു അതേ നഴ്സറിയിൽ തന്നെ വാങ്ങിച്ച് നമുക്ക് തന്നതാണ് കേട്ടോ. നടുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ബാൽക്കണിയിൽ അത്ര വലിയ സ്ഥലമെന്ന് പറയാനില്ല. നമ്മൾക്ക് ഒരുപാട് ചെടികൾ ഉണ്ട്. അതിനെ തന്നെ ഞാനൊരു സൈഡാക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നടുക്ക് കയറിയിരിക്കുന്നത്. ചെടി നടാനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഓരോ മെറ്റീരിയൽ കോസ്റ്റ്, ചെടി ആണല്ലേ ചെറുതുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ വാങ്ങിച്ചു വരുമ്പോൾ നല്ല എമൗണ്ട് ആവും. എപ്പോഴും നമുക്ക് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതങ്ങനെ ഒരു ഓപ്ഷനാണ്. ഇത് 180 രൂപയ്ക്ക് എന്തോ എത്ര മീറ്ററാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാടൊന്നും വേണ്ടതായി. ഇത്രയും പീസ് മാത്രം എടുക്കുന്നു. അതിനകത്ത് മോസ് സെറ്റ് ചെയ്യാം. ഇവിടെ വെച്ച് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത്ര വലിയ ടഫൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു കത്രികയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ലോങ് വീഡിയോൻ്റെ അകത്ത് തന്നെ, എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നതെന്ന്. ഞാൻ ലിങ്ക്ഡിൻ, പിന്നെ നൗക്കരി ത്രൂ, പിന്നെ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ഒരു ഒഫീഷ്യൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ജോബ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ചെറിയൊരു പീസ് ഇത്രയും മതിയിട്ട് നമുക്ക്. ഇതാദ്യം നമുക്ക് ടൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ മോസ് ഫില്ല് ചെയ്യണം. പിന്നെ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതും ഞാനൊരു ചെറിയൊരു ടപ്പയിലാക്കിയിട്ട് വെച്ചിരിക്കുന്ന മോസായിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് ശരിക്കും വരുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എടുക്കാൻ എളുപ്പത്തിനാട്ടോ ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനത്തെ ചാക്കിലാട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ കുറേ മോസ് ഇതിനകത്തുണ്ട്. പൊടി ഉണ്ട് കേട്ടോ, കണ്ടോ. അപ്പം അതാണ് മോസ്. പിന്നെ നമുക്ക് കേബിൾ ടൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈ ചെയ്യാനുള്ള സംഭവം മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കപ്പോൾ മോസ് ഫില്ല് ചെയ്യാം കേട്ടോ. ഇതൊന്നുമില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ പോട്ടില്ലേ, ഇത് ഇങ്ങനെ എടുത്തിട്ട്, ഇതാണ് നമ്മുടെ പോട്ട്. അപ്പോൾ ഈ പോട്ടിനകത്ത് നമ്മൾ ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. അതാണ് ഒട്ടും സ്ഥലമില്ലാത്ത. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഇറക്കി വയ്ക്കത്തില്ലേ, ഈ ഇറക്കി വയ്ക്കുന്ന ഈ ഒരു പോർഷനിൽ ഇത് ഇത്രയും പോർഷൻ മണ്ണ് എത്രത്തോളം ഇടുന്നുണ്ടോ അത്രയും പോർഷൻ നമുക്കിത് നടക്കേണ്ട കാര്യമില്ല. ഇവിടെ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെടികളിൽ സ്പ്രേ ചെയ്ത് അതിനെ തുടച്ചെടുക്കുന്നതോ ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഇതെന്തൊക്കെയാ ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. ഡബിൾ ടൈ ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ചെയ്ത് വരുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടൊക്കെ തോന്നും. ഇത് ടൈ ചെയ്യട്ടെ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസിനൂടി ആൻസർ പറയാം. ഞാനിപ്പോൾ ഡിഗ്രിയിൽ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂസ് നോക്കുന്നുണ്ട്. പക്ഷെ ഏത് ലാംഗ്വേജാണ്, എല്ലാ ലാംഗ്വേജും നമ്മൾ നോക്കണമെന്നൊക്കെ. പക്ഷെ എല്ലാ ലാംഗ്വേജ് നോക്കുന്നത് പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. എല്ലാം കൂടെ പഠിച്ച് നമ്മൾ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കി ഭയങ്കര കൺഫ്യൂഷൻ ആവണേക്കാളും ബെറ്റർ ഒന്നല്ലെങ്കിൽ ഒരു 2 ലാംഗ്വേജ് മാക്സിമം ഒക്കെ നോക്കിയാൽ മതിയാവും. പക്ഷേ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ഒരു UI-യുടെ HTML ബേസിക്സും DB പിന്നെ പൈത്തൺ, ജാവ അതൊക്കെ നോക്കാം. നമുക്കിതിൻ്റെ ഈ കേബിൾ ബാലൻസ് ഉള്ള ഈ കേബിൾ ടൈൻ്റെ ഈ സംഭവങ്ങൾ വെട്ടിക്കളയാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു മോസ് പോളർ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ പൊട്ടിച്ചിട്ട് ഇറക്കി വെക്കണം. അതാണ് ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നണേ. ഇപ്പോൾ ഇവിടെ അബി ഇല്ല, അതുകൊണ്ട് എനിക്ക് അബീനെ ഹെൽപ്പിന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടീൻ്റെ അകത്ത് ഇതിനകത്ത് ഹോളില്ല കേട്ടോ. നമ്മളത് ഹോള് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകും. അരിയല്ല കേട്ടോ, മണ്ണാണ്, റെഡ് സോയിലാണ്. പിന്നെ ഡിഞ്ചു തന്നെ കൊണ്ടുവന്ന പോട്ടി മിക്സാണ്, നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതും കുറച്ച് കമ്പോസ്റ്റും മണ്ണും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് നടാൻ പോകുന്നത്. സോൾജറിങ് അയണുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഹോൾ സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക്കൊക്കെ ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ കൈയൊന്നും പൊള്ളാതെ നന്നായി ശ്രദ്ധിക്കണം. പിള്ളേരൊന്നും യൂസ് ചെയ്യും. ഞാൻ ഓണപ്പൂക്കളം പോലെ ഇവിടെ ഒരുപാട് ഹോളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ അതിന്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കയ്യിലൊക്കെ കൊണ്ടാൽ നന്നായിട്ട് പൊള്ളും. അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല ചങ്കി ആയിട്ടുള്ള പോട്ട് മിക്സാണ്. കമ്പോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കേട്ടോ. ഇതാട്ടോ നമ്മുടെ മണ്ണ്. ഞാൻ ഗ്ലൗസ് എടുത്ത് വന്നിട്ടുണ്ട്. മണ്ണ് കൂടുതലിടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോട്ടിന് നല്ല വെയിറ്റ് വരും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്കൊക്കെ എടുത്ത് വെക്കാനൊക്കെ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നമ്മുടെ കമ്പോസ്റ്റ്, പോട്ടി മിക്സ്, മറ്റേ കൊക്കോപീറ്റൊക്കെ ഇടുന്ന സംഭവമില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് ഇഷ്ടം. ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഒന്ന് ചെരിക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കിട്ടില്ലേ, ആ സ്പേസിൽ വെച്ചാൽ മതി. ഇനി ആട്ടോ നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ മോൺസ്റ്ററിനെ ഭദ്രമായിട്ട് വേരുകളൊന്നും പൊട്ടാതെ ഇതിനകത്തേക്ക് എടുത്ത് വെക്കണം. ഒരുപാട് മണ്ണ് ഞാൻ ഇതിൻ്റെ കടയിൽ നിന്ന് കളയുന്നില്ല, കാരണം അതിനനുസരിച്ച് കുറച്ച് പോട്ട് മിക്സ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. ഇതുമേ ഫുള്ള് വേര് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതുമേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം മണ്ണ് ഞാൻ ഒരുപാട് കളഞ്ഞാൽ ചിലപ്പോൾ വേര് പൊട്ടും. ജസ്റ്റ് ഈ കവർ മാത്രമേ റിമൂവ് ആക്കുന്നുള്ളൂ. ഇതെന്തൊന്നും ഇത് ഇത്ര മെസ്സി ആയിട്ട് ഇത്ര പേടിച്ചിട്ട് ഞാനൊരു ചെടിയും റീപോർട്ട് ചെയ്തിട്ടില്ല. ഇത്ര സീനാവും അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ലോങ് വീഡിയോ എടുക്കില്ലായിരുന്നു. ഇത് എടുക്കാനും പറ്റുന്നില്ല. വേര് പൊട്ടുമോ, ഇതിന് ഒന്ന് താങ്ങണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒടിയും. നിലത്ത് നിറച്ച മണ്ണായി. ഇത്ര മെസ്സിയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. വേരാണ് ഇതൊക്കെ പൊട്ടിയാൽ എനിക്ക് വിഷമം. ഇതിൻ്റെ മണ്ണൊന്നും അനക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ചെടി പോലും അറിയാതെ ഇതിനെ റീപോർട്ട് ചെയ്യാൻ ഇരുന്നതാണ്. ഇപ്പം ഇതിൻ്റെ വേരുകളൊക്കെ എണ്ണിയെടുക്കാം. ഇത്ര ഫ്ലോപ്പാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേരുകളൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. വേരുകളൊന്നും തന്നെ പൊട്ടാതെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ മണ്ണൊക്കെ ഇതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വേരേപ്പാടെ നമുക്ക് ആദ്യം ഈ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. ഭയങ്കര വിഷമമായി പോയി. താഴെ മാറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഫുൾ മണ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും എന്നെനിക്കൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ വേരുകളൊക്കെ ഞാൻ പൊട്ടിക്കാതെ ആക്കിയല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. ഈ മണ്ണ് നമുക്ക് പ്ലാന്റിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഒന്ന് വിചാരിച്ചു ഇതെനിക്ക് ഒറ്റയ്ക്ക് പറ്റുമെന്ന്. പിന്നെ ഞാൻ എനിക്ക് പറ്റും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ചെടി ഇരുന്ന് അതേ മണ്ണ് തന്നെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൺസ്റ്ററിനെ നമ്മൾ അടിപൊളിയായിട്ട് റീപോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് റീപോർട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതൊക്കെ ഇതെങ്ങനെ ഞാനിനി മാറ്റിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കും? ചെടി ഇവിടെ നിന്ന് മാറ്റി റൂമിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാൻ. മണ്ണൊക്കെ ഓൾമോസ്റ്റ് ഇവിടുത്തെ ക്ലിയർ ചെയ്തു കേട്ടോ. പക്ഷെ ഇപ്പോഴും ഒരു ചെളി പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട് മാറ്റ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ശരി, പിന്നെ കാണാം. ബായ്.